കഥയുടെ തുടക്കത്തിൽ തന്നെ യുക്തിവാദിയായ ലെനിൻ സത്യൻ സയൻസ് ഡേയുടെ അന്ന് മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. എന്നാൽ ലെനിൻ സത്യന്റെ വൈഫ് ലിസി ആകട്ടെ വലിയൊരു വിശ്വാസിയാണ്. ലിസി രാവിലെ തന്നെ ലാപ്ടോപ്പിൽ കൃഷ്ണസ്തുതി ഇട്ട ശേഷം വിളക്ക് കത്തിക്കുകയാണ്. അതേസമയം ലിസിയുടെ മകൻ വരുൺ അങ്ങോട്ടേക്ക് വരും. അമ്മ വിളക്ക് കത്തിക്കുന്നത് കണ്ട് എന്തിനാ അമ്മ ഈ മണ്ടത്തരമൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു തന്റെ അമ്മയെ അവൻ വഴക്കു പറയും. തന്റെ വൈഫ് വിളക്ക് കത്തിക്കുന്നത് കണ്ട് ലെനിൻ സത്യൻ അങ്ങോട്ടേക്ക് വന്ന് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വീട്ടിൽ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് വൈഫിനെ വഴക്കു പറയും. അങ്ങനെ അത് കഴിഞ്ഞ് BSNL തനിക്ക് കിട്ടിയ ജോലിയിൽ ജോയിൻ ചെയ്യാനായി മഹേഷ് അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് കശ്മീരിൽ ഒരു വേക്കൻസി ഉണ്ട് എന്ന്. അങ്ങനെ ആ മേഡത്തോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് തന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് കശ്മീരിൽ മേടിക്കുകയാണ് മഹേഷ്. അങ്ങനെ കശ്മീരിലെത്തിയ മഹേഷിനെയും കൂട്ടി അയാളുടെ അസിസ്റ്റന്റ് ഓഫീസിലേക്ക് പോവുകയാണ്. കശ്മീർ കണ്ട സന്തോഷത്തിൽ മഹേഷ് തന്റെ ഫ്രണ്ടിനെ വിളിച്ച് താൻ കശ്മീരിലെത്തി, ഇവിടെയൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആവും. ഇതെന്താ ഇവിടെ ഇങ്ങനെയെന്ന് മഹേഷ് തന്റെ അസിസ്റ്റന്റിനോട് ചോദിക്കും. ഇവിടെ എന്നും ഇതുപോലെ ബ്ലാസ്റ്റ് ഒക്കെ നടക്കുമെന്ന് മഹേഷിനോട് അസിസ്റ്റന്റ് പറയും. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു രാത്രിയോടടുപ്പിച്ച് ഒരു കാട്ടുമൂലയിലുള്ള അവരുടെ ഓഫീസിലേക്ക് എത്തും. എന്നാൽ പിറ്റേന്ന് രാവിലെ മഹേഷ് ടോയ്ലറ്റിലേക്ക് പോകാനായി ടോയ്ലറ്റിൽ വരുമ്പോൾ ടോയ്ലറ്റ് എല്ലാം അലങ്കോലമായി കിടക്കും. ഇതെല്ലാം കാണുമ്പോൾ താൻ വിചാരിച്ചതുപോലെയല്ല കശ്മീർ, ഇവിടെ ജീവിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണെന്ന് മഹേഷിന് മനസ്സിലാകും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം മഹേഷും അസിസ്റ്റന്റും കൂടി ബോട്ടിലൂടെ പോകുമ്പോൾ അതിസുന്ദരിയായ ഒരു മുസ്ലിം പെൺകുട്ടിയെ മഹേഷ് കാണും. മഹേഷിന് കണ്ട പാടെ തന്നെ അവളെ ഇഷ്ടമാകും. എന്നാൽ മഹേഷ് തന്നെ നോക്കുന്നത് കണ്ട് പൂവാലന്മാരാണെന്നും കരുതി അവർ മൈൻഡ് ചെയ്യാതെ നടന്നു പോകും. എന്നാൽ പിന്നാലെ എത്തിയ മഹേഷിനോട് അവളുടെ കൂട്ടുകാരി ഹിന്ദിയിൽ പറയും, ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്, ഇവളുടെ പേര് ബീഗം എന്നാണ്, ഇവളുടെ സഹോദരനെ ഇവിടെ കാണാതെ പോയി, അവനെ അന്വേഷിച്ചാണ് ഞങ്ങൾ വന്നതെന്ന് പറയും. എന്നാൽ മഹേഷിന്റെ അസിസ്റ്റന്റ് പറയും അവർ പാകിസ്ഥാനികളാണ്, അവരുടെ പിന്നാലെ പോയാൽ നമുക്ക് പണി കിട്ടുമെന്ന്. എന്നാൽ അവർ പറയും പാകിസ്ഥാനികളാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവന്മാരുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതെന്ന്. എന്നാൽ അപ്പോഴേക്കും അവരുടെ മാനേജർ വിളിച്ച് ചോദിക്കും, നിങ്ങൾ എവിടെയാണ്? ആരാധ്യയുടെ കയ്യിലല്ലേ നാളത്തെ പ്രസന്റേഷനുള്ള പേപ്പർ എന്ന്. എന്നാൽ ഞങ്ങളുടെ ഒരു അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നതാണ്, ഉടനെ തന്നെ തിരിച്ചു വരാമെന്ന് അവർ മാനേജറിനോട് പറയും. എന്നാൽ അത് കഴിഞ്ഞ് ആരാധ്യ ഒരു മുസ്ലിമിനോട് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി അന്വേഷിക്കും. അവൻ ആ വഴി പറഞ്ഞു കൊടുക്കും. എന്നാൽ അതിനുശേഷം അവൻ അവന്റെ കൂട്ടുകാരോട് വന്ന് പറയും, ഒരു മുസ്ലിം പെണ്ണ് ഹിന്ദു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി അന്വേഷിച്ചു, അവൾ മിക്കവാറും പട്ടാളക്കാരി ആയിരിക്കുമെന്ന്. എന്നാൽ ഇതേ സമയം അതുവഴി വരികയായിരുന്ന മഹേഷ് ബീഗത്തെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും ബീഗവും മഹേഷും പട്ടാളക്കാരാണെന്ന് കരുതി അവിടെയുള്ള നാട്ടുകാർ അവരെ അറ്റാക്ക് ചെയ്യാനായി വരും. അവരുടെ കയ്യിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് മഹേഷ് ബീഗത്തിനെയും കൊണ്ട് ബീഗം പറഞ്ഞ ശിവക്ഷേത്രത്തിലേക്ക് എത്തും. നിങ്ങൾ ഇവിടെ നിന്നോളൂ, ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു വരാമെന്ന് ബീഗത്തിന്റെ കൂട്ടുകാരി ഹിന്ദിയിൽ അവരോട് പറയും. മഹേഷ് തനിക്കറിയാവുന്ന മുറി ഹിന്ദിയിൽ ഓക്കെ നിങ്ങൾ പോയി പ്രാർത്ഥിച്ചു വാ, ഞാൻ ഇവിടെ നിൽക്കാമെന്ന് അവരോട് പറയും. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ മഹേഷ് അവരോട് പറയും, ഇന്ന് നിങ്ങൾ ഞങ്ങളോടൊപ്പം വരുന്നതാണ് സേഫ്, അല്ലെങ്കിൽ ആ ഭീകരരുടെ കയ്യിൽ കിട്ടിയാൽ വലിയ പ്രശ്നമാകുമെന്ന് പറയും. എന്നാൽ ആരാധ്യയുടെ ഫ്രണ്ടും അവളോട് പറയും തൽക്കാലം ഇവന്മാരോടൊപ്പം പോകുന്നതാണ് സേഫ് എന്ന്. അങ്ങനെ അന്ന് അവർ മഹേഷിനോടൊപ്പം അവരുടെ സ്ഥലത്തേക്ക് പോകും. മഹേഷ് ആകട്ടെ ബീഗത്തെ ഇംപ്രസ് ചെയ്യാനായി ബീഫ് ബിരിയാണി കൊണ്ട് അവൾക്ക് കഴിക്കാനായി കൊടുക്കും. എന്നാൽ അവൾ അത് കണ്ട പാടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി വൊമിറ്റ് ചെയ്യും. എന്നിട്ട് അവൾ ഫ്രണ്ടിനോട് പറയും, ഞാൻ ബ്രാഹ്മണാണ്, ഞാൻ എങ്ങനെയാണ് അത് കഴിക്കുന്നത്? അവളുടെ ഫ്രണ്ട് പറയും, നീ പാകിസ്ഥാനി മുസ്ലിം ആണെന്ന് കരുതിയായിരിക്കും അവൻ നിനക്ക് ബിരിയാണി കൊണ്ട് തന്നതെന്ന്. ഇങ്ങനെ രാത്രിയാകുമ്പോൾ മഹേഷ് തന്റെ അസിസ്റ്റന്റിനോട് പറയും, നമുക്ക് രണ്ടുപേർക്കും പുറത്ത് കിടക്കാം, അകത്ത് കിടന്നോട്ടെ എന്ന്. എന്നാൽ പുറത്ത് നല്ല തണുപ്പായിട്ട് മഹേഷ് അന്ന് രാത്രി അവർക്ക് വേണ്ടി പുറത്ത് കിടക്കും. അങ്ങനെ അടുത്ത ദിവസം അവൻ ബീഗത്തിനെയും കൂട്ടി തന്റെ അനിയനെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അവരെയും കൊണ്ട് ആ നാട് മുഴുവൻ അനിയനായി തേടും. ഇതിനുശേഷം മഹേഷും അസിസ്റ്റന്റും കൂടി വന്ന് ആ നാട്ടിലുള്ള അയ്യന്മാരെ എല്ലാം തങ്ങളുടെ വണ്ടിയിലാക്കി ബീഗത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ചോദിക്കും, ഇതാണോ നിന്റെ അനിയൻ എന്ന്. എന്നാൽ ഇതിൽ തന്റെ അനിയൻ ഇല്ല എന്ന് അവൾ പറയും. എന്നാൽ ആ കുട്ടികൾ അവരോട് പറയും തങ്ങളെ ആരെയും തിരിച്ചു കൊണ്ടാക്കരുത് എന്ന്. അടുത്ത ദിവസം മഹേഷും ബീഗവും കൂടി ആ കുട്ടികളെയും കൊണ്ട് അടുത്തുള്ള പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. തന്റെ കാണാതായ കുഞ്ഞിനെ കണ്ട് ഒരു അമ്മ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും. ഇത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മഹേഷ് ബീഗത്തോട് പറഞ്ഞു, അമ്മയ്ക്ക് അവരുടെ മകനെ ഞാൻ കൊടുത്തതുപോലെ തന്നെ തന്റെ അനിയനെയും ഞാൻ കൊണ്ടുതരുമെന്ന് ബീഗത്തിന് മഹേഷ് വാക്ക് കൊടുക്കും. എന്നാൽ അന്ന് രാത്രി തന്റെ പേര് ആരാധ്യ എന്നാണ്, തന്റെ പേര് ബീഗം എന്നല്ല, താൻ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് മഹേഷിനോട് പറയാനായി വരുമ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, താൻ എന്റെ ജീവനാണ്, തനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെ മഹേഷ് പറഞ്ഞു. എന്നാൽ മഹേഷിനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അന്ന് രാത്രി അവൾ അവനോടൊന്നും പറയില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ ആരാധ്യയെ കാണാതെ മഹേഷും അസിസ്റ്റന്റും അവിടെയെല്ലാം നോക്കും. എന്നാൽ അപ്പോഴാണ് അകത്തെ കണ്ണാടിയിൽ താൻ തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോവുകയാണ് എന്ന് അവൾ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നത്. മഹേഷ് ഉടനെ തന്നെ പാകിസ്ഥാനിലേക്ക് പോകുന്ന ട്രെയിനിൽ പോയി സെർച്ച് ചെയ്യുമ്പോഴാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ ബീഗം ഇരിക്കുന്നത് കണ്ട് അവൻ ഉടനെ ആ ട്രെയിനിലേക്ക് കയറി ബീഗത്തിന്റെ അടുത്ത് ചെല്ലും. എന്നാൽ അപ്പോഴേക്കും അവൾ അവനോട് പറയും, എന്റെ പേര് ബീഗം എന്നല്ല ആരാധ്യ എന്നാണ്, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണ്, നിന്റെ ജെനുവിൻ സ്നേഹത്തിന് മുന്നിൽ എനിക്കൊന്നും തുറന്നു പറയാൻ തോന്നിയില്ല എന്ന് പറയും. എന്നാൽ നീ കള്ളം പറഞ്ഞതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൾ അവനോട് പറയും. അങ്ങനെ നാട്ടിൽ പോയി നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്നതിനിടയിലാണ് ആരാധ്യ തന്റെ അച്ഛനായ ചതുരംഗം ശ്രീനിവാസനെ കുറിച്ച് പറയുന്നത്. ചതുരംഗം ശ്രീനിവാസൻ വിശ്വാസികളുടെ ഒരു ഗുരുവാണ്.
ഇത് കേട്ട് ഞെട്ടിയ മഹേഷ് അവളോട് പറയും, എന്റെ അച്ഛൻ യുക്തിവാദികളുടെ പ്രസിഡന്റായ ലെനിൻ സത്യനാണ് എന്ന്. ചതുരംഗം ശ്രീനിവാസനും ലെനിൻ സത്യനും പരസ്പരം കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ശത്രുക്കളാണ്. എന്നാൽ അതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് കല്യാണം കഴിക്കാമെന്ന് അവർ തീരുമാനിക്കും. എന്നാൽ ഇതേ സമയം ബാംഗ്ലൂരിൽ ചതുരംഗം ശ്രീനിവാസനും ലെനിൻ സത്യനും പങ്കെടുക്കുന്ന ഒരു ഡിബേറ്റ് നടക്കുകയാണ്. എന്നാൽ ആ ഡിബേറ്റിൽ അവർ രണ്ടുപേരും വഴക്കാവുകയും ചതുരംഗവും ചതുരംഗത്തിന്റെ മരുമകനും ആ ഡിബേറ്റിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. എന്നാൽ തൊട്ടടുത്ത ദിവസം ബാംഗ്ലൂരിലെത്തിയ മഹേഷ് മേഡത്തോട് പറഞ്ഞ് ബാംഗ്ലൂരിലെ ഓഫീസിൽ ജോലി സെറ്റാക്കും. എന്നാൽ ഇതേ സമയം ഹെഡ്ഫോണിൽ ചതുരംഗത്തിന്റെ ശ്ലോകം കേട്ടുകൊണ്ടിരുന്ന തന്റെ അമ്മയ്ക്ക് ഞാൻ ആരാധ്യ എന്ന പേരുള്ള പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. എന്നാൽ ഇത് ചതുരംഗം ശ്രീനിവാസന്റെ മകളാണെന്ന് പറയുമ്പോൾ അവന്റെ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമാകും. അതിനുശേഷം മഹേഷ് ആരാധ്യയെ ഫോണിൽ വിളിച്ച് തന്റെ അമ്മയ്ക്ക് സംസാരിക്കാനായി കൊടുക്കും. എന്നാൽ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാധ്യയുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയും താനൊരു പയ്യനുമായി ഇഷ്ടത്തിലാണെന്നും അത് ലെനിൻ സത്യന്റെ മകനാണെന്നും മുത്തശ്ശിയോട് പറയും. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഒരു ക്ഷേത്രത്തിൽ ചതുരംഗത്തിന്റെ മതപ്രസംഗം നടക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞു വരുമ്പോൾ മഹേഷും അമ്മയും പോയി ചതുരംഗത്തെ കാണും. ഞാൻ അങ്ങയുടെ വലിയൊരു ഭക്തയാണെന്ന് മഹേഷിന്റെ അമ്മ പറയും. അതിനുശേഷം നിങ്ങളുടെ മകളുമായി എന്റെ മകൻ ഇഷ്ടത്തിലാണെന്നും ലെനിൻ സത്യനാണ് ഇവന്റെ അച്ഛനെന്നും പറയും. എന്നാൽ വീട്ടിലെത്തിയ ചതുരംഗം നിനക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ കിട്ടിയില്ലേ എന്ന് ചോദിച്ച് ആരാധ്യയുമായി വഴക്കിടും. എന്നാൽ ഒരു വിധത്തിൽ ആരാധ്യ തന്റെ അച്ഛനെ കൊണ്ട് ലെനിൻ സത്യനുമായി കല്യാണത്തെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും. എന്നാൽ വീട്ടിലെത്തിയ മഹേഷും ലെനിൻ സത്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു വിധത്തിൽ ചതുരംഗവുമായി കല്യാണത്തെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും. അങ്ങനെ രണ്ട് കുടുംബവും മെട്രോയിൽ വെച്ച് കാണുകയും ചതുരംഗം മഹേഷിന്റെ അമ്മയുടെ കയ്യിൽ നിന്നും അവന്റെ ജാതകം വാങ്ങി നോക്കുകയും ചെയ്യും. എന്നാൽ ഇതൊന്നും ലെനിൻ സത്യന് വലിയ ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ജാതകം നോക്കിയ ചതുരംഗം പറയും, ഇവരുടെ ജാതകങ്ങൾ ചേരില്ല, ജാതകങ്ങൾ ചേരണമെങ്കിൽ ഒരു പരിഹാരക്രിയ ചെയ്യണം, പയ്യനും പയ്യന്റെ അച്ഛനും കൂടി ഒരു ഹോമം ചെയ്യണമെന്ന് പറയും. എന്നാൽ ഹോമം ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല എന്ന് ലെനിൻ സത്യൻ പറയും. അങ്ങനെ രണ്ട് കുടുംബവും പരസ്പരം വഴക്കായി അവിടെ നിന്ന് പോകും. എന്നാൽ അടുത്ത ദിവസം എനിക്ക് മഹേഷ് ഇല്ലാതെ പറ്റില്ല എന്ന് ആരാധ്യ തന്റെ അച്ഛനോട് പറയും. അതിനുശേഷം തന്റെ അച്ഛനെയും വീട്ടുകാരെയും ധിക്കരിച്ച് ആരാധ്യ മഹേഷിന്റെ ഒപ്പം പോകും. ഇനി രണ്ട് ഫാമിലിയും വേണ്ട, നമ്മൾ മാത്രം മതി എന്ന് അവർ രണ്ടുപേരും അന്ന് തീരുമാനിക്കും. ഇങ്ങനെ മഹേഷിന്റെ ഓഫീസിലെ മേഡത്തിന്റെ സഹായത്തോടു കൂടി അവർ രണ്ടുപേരും രജിസ്റ്റർ മാരേജ് ചെയ്യും. എന്നാൽ ശത്രുക്കളായ ചതുരംഗത്തിന്റെയും ലെനിന്റെയും മക്കൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ടിവിയിലൊക്കെ വലിയ ന്യൂസ് ആകും. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവർക്ക് മേഡവും മേഡത്തിന്റെ ഹസ്ബൻഡും കൂടി ട്രീറ്റ് കൊടുക്കുമ്പോൾ മഹേഷും ആരാധ്യയും അവരുടെ കുഞ്ഞിനെ പറ്റി ചോദിക്കും. എന്നാൽ ഞങ്ങൾക്കൊരു മകളുണ്ട്, അവൾ ആലപ്പുഴയിലെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കുകയാണെന്ന് പറയും. അതിനുശേഷം മഹേഷും ആരാധ്യയും കൂടി തങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് എത്തി അവരുടെ ഫസ്റ്റ് നൈറ്റ് അവിടെ ആഘോഷിക്കും. അങ്ങനെ അവർ വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. ഓഫീസിലെത്തി ഒരു മിനിറ്റ് ഫ്രീ കിട്ടിയാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യും. എന്നാൽ ഇതിനിടയിൽ ആരാധ്യ ഓരോ തവണയും പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യുമ്പോഴും താൻ പ്രഗ്നന്റ് അല്ല എന്നറിയുമ്പോൾ അവൾക്ക് വിഷമമാകുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുകയും അവർക്ക് രണ്ടുപേർക്കും സന്തോഷമാവുകയും ചെയ്യും. അങ്ങനെ ആരാധ്യയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തിയ മഹേഷ് തന്റെ ഫ്രണ്ടിനെ വിളിച്ച് ആരാധ്യ പ്രഗ്നന്റ് ആണെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ഡോക്ടർ വന്ന് പറയും നിങ്ങളുടെ കുഞ്ഞ് അബോർഷനായി പോയി എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന ആരാധ്യയ്ക്ക് വളരെയധികം വിഷമമാകും. എന്നാൽ മഹേഷ് അവളെ ആശ്വസിപ്പിക്കും. എന്നാൽ ഇതേ സമയം മഹേഷിന്റെ ഫ്രണ്ട്സ് അവരുടെ വീട്ടുകാരെ എല്ലാം വിളിച്ച് ആരാധ്യ പ്രഗ്നന്റ് ആണെന്ന് പറയും. അങ്ങനെ മഹേഷിന്റെയും ആരാധ്യയുടെയും ഫാമിലി അവരുടെ വീട്ടിലേക്ക് വരും. എന്നാൽ അവിടെ എത്തിയ ലെനിൻ സത്യൻ ചതുരംഗത്തോട് പറയും, താനല്ലേ പറഞ്ഞത് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്തോ പ്രശ്നമുണ്ടാകുമെന്ന്. എന്നാൽ ഇപ്പോൾ എന്തു പറ്റി, ഇവർക്ക് കുട്ടികൾ വരെ ആയില്ലേ എന്ന് പറഞ്ഞ് ചതുരംഗത്തെ കളിയാക്കും. എന്നാൽ അപ്പോഴേക്കും ആ കുട്ടി അബോർട്ടായി പോയെന്നും പറഞ്ഞ് ആരാധ്യ കരയാൻ തുടങ്ങും. എന്നാൽ ഇത് കേൾക്കുന്ന ചതുരംഗം അവരോട് പറയും, ഇവർ തമ്മിലുള്ള ദാമ്പത്യം നന്നാവണമെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഹോമം ചെയ്യണമെന്ന് പറഞ്ഞ് ചതുരംഗം അവിടെ നിന്ന് പോകും. എന്നാൽ അപ്പോഴേക്കും മഹേഷ് ആരാധ്യയോട് പറയും, കുഞ്ഞ് അബോർട്ടായി പോയ കാര്യം പിന്നെ പറഞ്ഞാൽ പോരായിരുന്നോ, എല്ലാവരും ഹാപ്പി ആയിരുന്നില്ലേ, നീ ആയിട്ട് അത് സ്പോയിൽ ചെയ്തു എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി കതക് വലിച്ചടക്കും. എന്നാൽ ഇത് ആരാധ്യയ്ക്ക് വളരെയധികം വിഷമമാകും. അടുത്ത ദിവസം മഹേഷ് ആരാധ്യയുടെ അടുത്തെത്തി അവളെ സമാധാനിപ്പിക്കാനായി നോക്കുമ്പോൾ അവരുടെ മേഡം അങ്ങോട്ടേക്ക് വരും. എന്നാൽ അപ്പോഴേക്കും മഹേഷ് വീണ്ടും ആരാധ്യയോട് ദേഷ്യപ്പെടും. എന്നാൽ ആരാധ്യ മേഡത്തിനോട് പറയും, മേഡം നമ്മുടെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട എന്ന്. മഹേഷ് ആരാധ്യയോട് മേഡത്തോട് സോറി പറയാൻ ദേഷ്യപ്പെട്ട ശേഷം അവിടെ നിന്ന് പോകും. ആരാധ്യ ആ സങ്കടത്തിൽ വീണ്ടും പൊട്ടിക്കരയും. എന്നാൽ നീ ആരാധ്യയോട് പെരുമാറുന്ന രീതി ശരിയല്ല, നീ അവളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മേഡം അവനെ വഴിയിലാക്കി പോകും. എന്നാൽ അടുത്ത ദിവസം ആരാധ്യയുടെ പിണക്കം മാറ്റാനായി മഹേഷ് ഓഫീസിലേക്ക് വരുമെങ്കിലും ആരാധ്യ മഹേഷിനെ മൈൻഡ് ചെയ്യില്ല. എന്നാൽ ട്രെയിനിൽ വെച്ച് ഒരുത്തൻ ആരാധ്യയെ ശല്യപ്പെടുത്തുന്നത് കണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് ചെന്ന് അവന്മാരെല്ലാം അടിച്ച് സെറ്റാക്കും. അതിനുശേഷം അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുമ്പോൾ മഹേഷ് ആരാധ്യയോട് താൻ ചെയ്ത തെറ്റിനെല്ലാം സോറി പറയും. എന്നാൽ അപ്പോഴേക്കും ആരാധ്യ മഹേഷിനോട് പറയും, നീ ഡോക്ടറുടെ അടുത്ത് പോയി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും. ഓക്കെ ശരി, ഞാൻ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മഹേഷ് ആരാധ്യയെ കെട്ടിപ്പിടിക്കും. അങ്ങനെ മഹേഷ് തന്നെ ഫ്രണ്ടിനെയും കൂട്ടി ഡോക്ടറിനെ കാണാനായി പോകും. എന്നാൽ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം മഹേഷിന് ഒരു പ്രോബ്ലം ഇല്ലെന്ന് ഡോക്ടർ പറയും. ഇതേ സമയം ആരാധ്യയുടെ ഓഫീസിൽ ഒരു പാർട്ടി നടക്കുകയാണ്. പാർട്ടിയിൽ വെച്ച് ഒരു ഫോറിനർ ആരാധ്യയോട് പറയും, നീ മാരേജ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിച്ചേ എന്ന്.
എന്താ കല്യാണം കഴിക്കുന്നു എന്ന് ചോദിച്ച് ആരാധ്യയുടെ ഫ്രണ്ട് അവളെ കളിയാക്കും. എന്നാൽ അപ്പോഴങ്ങോട്ടേക്ക് വന്ന മഹേഷ് ഇത് കേൾക്കുകയും പാർട്ടിയിൽ നിന്ന് പോകാനായി ഒരുങ്ങുകയും ചെയ്യും. എന്നാൽ മഹേഷിനെ കണ്ട ആരാധ്യ മഹേഷിനെ വിളിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുപോകാൻ നേരം അവൻ പിണങ്ങിപ്പോകും. ഇത് കാണുന്ന ആരാധ്യയുടെ ഫ്രണ്ട് പറയും ചിലപ്പോൾ ആ ടെസ്റ്റ് ഫെയിലായി കാണും, അതുകൊണ്ടായിരിക്കും മഹേഷ് ദേഷ്യപ്പെട്ടതെന്ന്. ആരാധ്യയുടെ ബാക്കിയുള്ള ഫ്രണ്ട്സും അവളോട് പറയും മഹേഷിനെ വേറെ ഏതെങ്കിലും നല്ല ഡോക്ടറിനെ കാണിക്കാൻ. കേൾക്കുന്ന മഹേഷിന് അതൊരു ഇൻസൾട്ടായി തോന്നുകയും ആ പാർട്ടിയിൽ ആരാധ്യയെ കളിയാക്കി പാട്ട് പാടുകയും ചെയ്യും. എന്നാൽ വീട്ടിലെത്തിയ ശേഷം ആരാധ്യയുടെ അടുത്ത് കിടക്കാതെ പുറത്തു പോയി കിടക്കാൻ ഒരുങ്ങുന്ന മഹേഷിനോട് ആരാധ്യ പറയും എന്റെ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കൊരു ഹോമം ചെയ്ത് നോക്കിയാലോ എന്ന് പറയും. നിന്റെ അച്ഛന്റെ വിട്ടിത്തരത്തിന് കൂട്ടു നിൽക്കാൻ എനിക്കാകില്ല എന്ന് പറഞ്ഞ് മഹേഷ് ആരാധ്യയോട് ദേഷ്യപ്പെടും. എന്നാൽ അടുത്ത ദിവസം ഓഫീസിലെത്തിയ മഹേഷിനോട് മേഡം പറയും നാളെ ആലപ്പുഴയിൽ വെച്ച് എന്റെ മകളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ്, നീയും ആരാധ്യയും തീർച്ചയായും വരണമെന്ന്. വീട്ടിലെത്തിയ ശേഷം മഹേഷ് ആരാധ്യയോട് മേഡത്തിന്റെ മകളുടെ ബർത്ത്ഡേ ഫംഗ്ഷനെ പറ്റി പറയും. അങ്ങനെ അടുത്ത ദിവസം അവർ രണ്ടുപേരും കൂടി ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ആരാധ്യ പെട്ടെന്ന് ഛർദ്ദിക്കും. എന്നാൽ നിനക്ക് വയ്യായിരുന്നെങ്കിൽ വരണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആരാധ്യയോട് വീണ്ടും മഹേഷ് ദേഷ്യപ്പെടും. എന്നാൽ അതിനുശേഷം അന്ന് രാത്രി ആ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് മരിച്ചുപോയ തങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് അവർ ആഘോഷിക്കുന്നതെന്ന്. എന്നാൽ അന്ന് രാത്രി മേഡം ഹസ്ബൻഡും ആരാധ്യയോടും മഹേഷിനോടും പറയും ഞങ്ങളുടെ മകൾ മരിച്ചുപോയി, എന്നാലും അവൾ മരിച്ചു എന്ന് കരുതാൻ ഞങ്ങൾക്ക് ഇപ്പോഴും ആകുന്നില്ല. അവൾ നമ്മളോടൊപ്പം തന്നെയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ ആഘോഷിക്കുന്നതെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ എണീക്കുന്ന മഹേഷ് ആരാധ്യയെ കാണാതെ അവിടെയെല്ലാം നോക്കുമ്പോൾ ആരാധ്യ തൊട്ടടുത്തുള്ള ബോട്ട് ചട്ടിയിൽ ഇരിക്കുകയാണ്. ആരാധ്യ പറയും ഇനി നമ്മൾ തമ്മിൽ ചേരില്ല, നിനക്കപ്പോൾ എന്ത് പറഞ്ഞാലും എന്നോട് ദേഷ്യമാണെന്ന് പറഞ്ഞ് ആരാധ്യ അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ തിരിച്ച് നാട്ടിലെത്തിയ മഹേഷിന് ആരാധ്യ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. അവൻ ആരാധ്യയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അതിനൊന്നും കഴിഞ്ഞില്ല. മഹേഷ് ആരാധ്യയുടെ വീട്ടിൽ വിളിച്ച് ആരാധ്യയോട് സംസാരിക്കാൻ നോക്കിയെങ്കിലും ആരാധ്യയ്ക്ക് ഫോൺ കൊടുക്കാൻ അവരാരും തയ്യാറായില്ല. ഒടുവിൽ മഹേഷ് ആരാധ്യയുടെ വീട്ടിലെത്തിയ ശേഷം ആരാധ്യയെ കാണണമെന്ന് പറയുമ്പോൾ ചതുരംഗം പറയും ഇനി ആരാധ്യ നിന്നോടൊപ്പം വരണമെങ്കിൽ നീയും നിന്റെ അച്ഛനും ആ ഹോമം ചെയ്താൽ മാത്രമേ അവൾ വരികയുള്ളൂ എന്ന് പറയും. എന്നാൽ തന്റെ വീട്ടിലെത്തി ആ ഹോമത്തിന് അച്ഛൻ തന്നോടൊപ്പം വരണമെന്ന് പറയുമ്പോൾ താൻ ഒരിക്കലും ഇത്തരം ഫൂളിഷ്നെസ്സിന് കൂട്ടുനിൽക്കില്ല എന്ന് ലെനിൻ സത്യൻ മകനോട് പറയും. ഇങ്ങനെ അടുത്ത ദിവസം ക്ഷേത്രത്തിലെത്തിയ മഹേഷ് ഹോമത്തിനായി തയ്യാറെടുക്കുമ്പോൾ ആരാധ്യ അങ്ങോട്ടേക്ക് വരും. പക്ഷെ അവൾ മഹേഷിനെ മൈൻഡ് ചെയ്യുന്ന കൂടി ഇല്ലായിരുന്നു. മഹേഷിന്റെ അമ്മ അപ്പോൾ അവന്റെ അടുത്തേക്ക് വന്ന് പറയും നിന്റെ അച്ഛനും കൂടി വന്നാലല്ലേ ഈ ഹോമം നടക്കുകയുള്ളൂ, അദ്ദേഹം ഒരിക്കലും ഇതിന് വരില്ല എന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും തന്റെ ആദർശങ്ങളെല്ലാം തന്റെ മകന്റെ ജീവിതത്തിന് വേണ്ടി മറന്ന് ലെനിൻ സത്യനും അവിടെ ഹോമത്തിന് വേണ്ടി വരും. എന്നാൽ പെട്ടെന്ന് മഴ പെയ്യുകയും ഹോമം മുടങ്ങുകയും ചെയ്യും. അപ്പോഴേക്കും ലെനിൻ സത്യൻ ചതുരംഗത്തിന്റെ അടുത്ത് വന്ന് പറയും എന്തായാലും ഈ ഹോമം കഴിഞ്ഞ് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന്. എന്നാൽ ചതുരംഗം പറയും ഇനി നിങ്ങൾ ഹോമം ചെയ്യണ്ട, നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങളുടെ ആദർശങ്ങളെല്ലാം മാറ്റി വെച്ച് ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാനാണ് തോറ്റുപോയതെന്ന് ചതുരംഗം പറയും. ഇതേ സമയം ആരാധ്യയുടെ അടുത്ത് വന്ന മഹേഷിനോട് അവൾ പറയും ഇനി നീ ആ ഹോമം ചെയ്യണ്ട, നീ എന്നോടുള്ള സ്നേഹം കാരണമല്ലേ നിനക്ക് ഇഷ്ടമല്ലായിരുന്നിട്ടും അത് ചെയ്തത്, ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും വേണ്ട എന്ന് പറഞ്ഞ് അവർ കോംപ്രമൈസ് ആകും. അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷം ആരാധ്യയ്ക്കും മഹേഷിനും ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.